അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. വെൽഡിംഗ് ഫോംസ് എ ഡാഷ് ജോയിന്റ്. ഓപ്ഷൻ എ ടെമ്പററി ആണ്, ഓപ്ഷൻ ബി പെർമനന്റ് ആണ്, ഓപ്ഷൻ സി സെമി പെർമനന്റ് ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ്. അപ്പം വെൽഡിംഗ് എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ജോയിന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു വെൽഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ജോയിന്റ് സ്ഥിരതയുള്ളൊരു ജോയിന്റ് ആണോ, അതോ താൽക്കാലികമായിട്ടുള്ള ഒരു ജോയിന്റ് ആണോ, അതോ ഒരു സെമി പെർമനന്റ്, അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു സ്ഥിരതയുള്ള ജോയിന്റ് ആണോ, അതോ ഇത് എല്ലാ തരത്തിലുള്ള ജോയിന്റുമാണോ വെൽഡിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആലോചിച്ച് നോക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. കുറെ തവണ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വെൽഡിംഗ് ഫോംസ് എ ഡാഷ് ജോയിന്റ്. അപ്പൊ ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. പറയാം. പെർമനന്റ് ജോയിന്റ്. പെർമനന്റ് ജോയിന്റ് ആണോ എല്ലാവരുടെയും ആൻസർ? കൂടുതൽ പേർക്കും പെർമനന്റ് തന്നെയാണോ? അതല്ലെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ, പെർമനന്റ് തന്നെയാണ്. യെസ്, അതെ. നമുക്കറിയാം വെൽഡിംഗ് അല്ലാതെ തന്നെ പല ടൈപ്പ് ജോയിന്റ് മെത്തേഡുകളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്, ഒരു ടെമ്പററി അല്ലെ സെമി പെർമനന്റ് സ്വഭാവം ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ള ജോയിന്റ് ഫോർമാറ്റുകളിൽ ഏറ്റവും പെർമനന്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഏതാണ്? വെൽഡിംഗ് എന്ന് പറയുന്നതാണ്. കാരണം അത്രയും സ്ട്രോങ് ആണ് അല്ലെ. വൺസ് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അതിനെ റിമൂവ് ചെയ്യാനോ ഡിറ്റാച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽഡിംഗ് ഒരു പെർമനന്റ് ജോയിന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബാക്കിയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെർമനന്റ് ജോയിന്റ് ആണെന്നുള്ളതൊന്ന് കറക്റ്റ് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ വെൽഡിംഗ് ഫോംസ് എ ഡാഷ് ജോയിന്റ്, പെർമനന്റ് ജോയിന്റ്. സ്ഥിരതയുള്ള ഒരു ജോയിന്റ് ആണ് വെൽഡിംഗ് ജോയിന്റിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെ പെട്ടെന്നൊന്നും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ പെർമനന്റ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ടെമ്പററി ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റിവെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയാ ബ്രേസിങ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. റിവെറ്റിംഗ് ഒരു സെമി പെർമനന്റ് ജോയിന്റ് കാറ്റഗറി വരും. ബ്രേസിങ് അതുപോലെ തന്നെ സോൾഡറിങ് അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, ടെമ്പററി ആണ്. കുറച്ച് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കതിനെ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് അല്ലെ പൊട്ടിക്കാനായിട്ട് പറ്റും. അപ്പൊ വെൽഡിംഗ് ഒരു പെർമനന്റ് ജോയിന്റ് ആണ്. അപ്പൊ അതിനതിൻ്റെതായിട്ടുള്ള ശക്തി കൂടുതലായിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ച് അതിന്റെ ആൻസർ ഓർത്തിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, വൺ ഓഫ് ദ മെയിൻ ഹസാർഡ് ഇൻ ദ വെൽഡിംഗ് പ്രോസസ്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ആൻസർ പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് ഓപ്ഷനോട് വായിക്കാനായിട്ട് എനിക്ക് സമയം തരണം. അപ്പോൾ വൺ ഓഫ് ദ മെയിൻ ഹസാർഡ് ഇൻ ദ വെൽഡിംഗ് പ്രോസസ്. വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് വെൽഡിംഗ് ചെയ്യാനാണ്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് സേഫ്റ്റി കാര്യങ്ങൾ എല്ലാ ഈ പറഞ്ഞ പോലെ നമ്മളുടെ വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്സ്റ്റിലും എന്തുണ്ട്, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഫസ്റ്റിലുണ്ട്. അപ്പൊ ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നില്ല. വെൽഡിംഗ് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹസാർഡ് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. വെൽഡിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏറ്റവും മെയിൻ അപകടം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്, ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഇയർ ഡാമേജ് ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫറ്റീഗ് ആണ്. ഓക്കെ, അത് ക്ഷീണം, ആവശ്യത, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്, സ്പാറ്റർ ആണ്. അതായത് നമ്മളുടെ വെൽഡിങ് ചെയ്യുമ്പോഴത്തേക്ക് വെൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചു പോകുന്ന ഒരവസ്ഥ, അതാണ് സ്പാറ്റർ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൽഡിംഗ് പ്രോസസ്സിലെ പ്രധാനപ്പെട്ട അപകടം ഹസാർഡ് എന്താണെന്നുള്ളതാണ്. അപ്പം 4 ഓപ്ഷനിൽ ഒന്ന് നോക്കുക. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. ആൻസർ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. സ്പാറ്റർ പറഞ്ഞ ഓപ്ഷൻ എ ആണോ കൂടുതൽ പേർക്കും? ഓക്കെ, അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും കേട്ടിരുന്നു സ്പാറ്റർ എന്ന് പറഞ്ഞത്. ഓപ്ഷൻ ബി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓപ്ഷൻ ബിയുടെ ചാൻസ് പറയുന്നുണ്ടോ ആരെങ്കിലും? അപ്പൊ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഷോക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് സംഭവിക്കാനുള്ള കാരണം പറഞ്ഞാൽ വെൽഡിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് പവർ സപ്ലൈ ഉപയോഗിച്ചുകൊണ്ടാണ് ആ മെഷീൻ പ്രവർത്തിപ്പിച്ച് വെൽഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേബിളുകളൊക്കെ പലതും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. വെൽഡിങ്ങിന്റെ കേബിള് അല്ലാതെ പവർ കേബിളും ഒക്കെ ഉണ്ടാവും. ഈ കേബിളിലൊക്കെ എന്തെങ്കിലും ലീക്ക് ഒക്കെ വരികയാണെങ്കിലോ അല്ലെങ്കിൽ അൺവയർഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഇലക്ട്രിക് ഷോക്ക് വരാം. അപ്പൊ ആ ഇലക്ട്രിക് ഷോക്ക് വരാതിരിക്കാനായിട്ട് വെൽഡർക്ക് എന്തുണ്ട്, ഹാൻഡ് ഗ്ലൗസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കൊണ്ട് ഇലക്ട്രിക് ഷോക്ക് വരാതെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇയർ ഡാമേജ് എന്ന് പറയുന്നത് വെൽഡിങ്ങിൽ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. അത് വരുന്നത് ഈ പറയുന്ന കട്ടിങ്, ഗ്രൈൻഡിങ് പോലെയുള്ള ശബ്ദം ഉണ്ടാക്കുന്ന പ്രോസസ്സുകളിലാണ്. വെൽഡിങ്ങിൽ ശബ്ദം ഒരു വലിയ പ്രശ്നമല്ല.
പിന്നെ ഫറ്റീഗ് വരുന്നത് എന്ന് പറയാൻ പല പ്രോസസ്സുകളിലും വരെ കൂടുതലും ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുമ്പോഴൊക്കെയാണ് അത് വരുന്നത്. ക്ഷീണം വരിക, അവശത വരിക എന്നുള്ളത്. സ്പാറ്റർ എന്ന് പറയുന്നത് വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഡിഫക്റ്റ് ആണ് അല്ലെ. ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെൽഡ് മെറ്റൽ എന്ത് ചെയ്യുന്നു, അവിടെയൊക്കെ സ്പ്രെഡ് ആയി പോകുന്നു. അപ്പൊ അതിനെയാണ് സ്പാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു വെൽഡ് എടുത്ത് നോക്കിയാലും കുറച്ച് സ്പാറ്റർ ഒക്കെ അവിടെ ഇവിടേക്ക് കാണാൻ പറ്റും. അത് ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വലിയ രീതിയിൽ വെൽഡിനെ ചീത്തയാക്കത്തില്ലെങ്കിലും മൊത്തത്തിൽ കാഴ്ചയ്ക്ക് ഒരു ഭംഗിയില്ലായ്മ അതുകൊണ്ടുണ്ടാവും. അപ്പൊ അത് അത്തരത്തിലുള്ളൊരു വലിയ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തൊരു സ്മോൾ ഡിഫക്റ്റ് ആണ് സ്പാറ്റർ എന്ന് പറയുന്നത്. അപ്പം വെൽഡിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന അപകടം എന്ന് പറയുന്നത് കറണ്ട് ഷോക്ക് അടിക്കുക എന്നുള്ള പ്രശ്നമാണ്. ഇലക്ട്രിക് ഷോക്ക് ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്പോട്ട് വെൽഡിംഗ് ഈസ് എ ടൈപ്പ് ഓഫ്. അപ്പൊ സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് വെൽഡിംഗ് ആണെന്നാണ്. ഓപ്ഷൻ വായിച്ചോട്ടെ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആർക്ക് വെൽഡിംഗ്, ഓപ്ഷൻ ബി തെർമിറ്റ്, ഓപ്ഷൻ സി ഗ്യാസ് വെൽഡിംഗ്, ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ് വെൽഡിംഗ്. അപ്പൊ ചോദ്യം ഇതാണ്, സ്പോട്ട് വെൽഡിംഗ് ഈസ് എ ടൈപ്പ് ഓഫ്. സ്പോട്ട് വെൽഡിംഗ് എന്ത് തരം വെൽഡിംഗ് ആണ്, അതായത് അതിലെന്താണ് അതിലെ വെൽഡിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ അതിനെ പെടുത്തുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പല ടൈപ്പ് വെൽഡിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പല ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് കാറ്റഗറിയിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന വെൽഡിംഗ് ആണ് പറഞ്ഞത്. അപ്പം ഓപ്ഷൻസ് വായിച്ച് നോക്കി ഓക്കെ ആണെങ്കിൽ ആൻസർ പറയാൻ പറ്റുന്നവർ പറഞ്ഞോളൂ. റെസിസ്റ്റൻസ് വെൽഡിംഗ് പറയുന്നത് കൂടുതൽ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. അതെ, സ്പോട്ട് വെൽഡിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് എന്താണ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ് അല്ലെ. അപ്പൊ സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആർക്ക് വെൽഡിംഗിൽ പെടത്തില്ല, ഗ്യാസ് വെൽഡിംഗിൽ പെടില്ല, തെർമിറ്റിലും പെടില്ല, റെസിസ്റ്റൻസ് വെൽഡിംഗിലാണ് സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പല ടൈപ്പ് വെൽഡിംഗ് പ്രോസസ്സുകളുണ്ട്. ഓക്കെ, അപ്പം ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സുകളെ തന്നെ നമുക്ക് ഇലക്ട്രിക് ആർക്ക്, അതുപോലെ തന്നെ ഇലക്ട്രിക് റെസിസ്റ്റൻസ്, അങ്ങനെ നമുക്ക് തിരിച്ച് മാറ്റാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വെൽഡിംഗ് പ്രോസസ്സുകൾ പലതുള്ളതിനകത്ത് സ്പോട്ട് വെൽഡിംഗ് വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വെൽഡിങ്ങിനാണ് വരുന്നത്. തെർമിറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെൽഡിംഗ് പ്രോസസ് ആണ്. കുറച്ച് കെമിക്കൽസ് ഉപയോഗിച്ച് അതിനെ ബേൺ ചെയ്തുകൊണ്ടുള്ള വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സി അസറ്റിലിൻ അല്ലെങ്കിൽ ഓക്സി ഹൈഡ്രജൻ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലെയിംസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫ്ലെയിമിന്റെ സഹായത്തോടുകൂടി വെൽഡ് ചെയ്യുന്നതിനാണ് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഇലക്ട്രിക് ആർക്കിന്റെ സഹായത്തോടുകൂടി വെൽഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, നമ്മുടെ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ തെർമിറ്റ് വെൽഡിംഗ് എന്താണെന്ന് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. പൗഡേർഡ് അലൂമിനിയവും അതുപോലെ തന്നെ അയൺ ഓക്സൈഡിന്റെ ഒരു മിക്സർ ആണ് അവിടെ മിക്സറായിട്ട് ഉപയോഗിക്കുന്നത്. പൗഡേർഡ് ആയിട്ടാണ് അലൂമിനിയം പൊടിച്ചതും അതുപോലെ തന്നെ അയൺ ഓക്സൈഡും കൂടെ മിക്സ് ചെയ്ത് അതിന്റെ മിക്സിങ്ങിന് ശേഷം അതിൽ ഒരു ചൂട് ജനറേറ്റ് ചെയ്യുന്ന എക്സോതെർമിക് ഒരു റിയാക്ഷൻ നടക്കും. ആ ചൂടിൽ അത് ഉരുകും. ഓക്കെ, ആ ചൂടാണ് അവിടെ ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു വെൽഡിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നല്ല ടെമ്പറേച്ചർ കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. റെയിൽവേ ലൈനുകളുടെ ഒക്കെ വെൽഡിങ്ങിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന തെർമിറ്റ് വെൽഡിംഗ് ആയിരുന്നു. സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വെൽഡിംഗ് കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. GMA ഈസ് ദ ഫോളോയിങ് വെൽഡിംഗ് പ്രോസസ്. ഓക്കെ, അപ്പം GMA എന്ന് പറയുന്ന വെൽഡിംഗ് പ്രോസസ് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ GMA എന്ന് പറയുന്ന ഏത് വെൽഡിംഗ് പ്രോസസ് ആണെന്നുള്ളത് ഒന്ന് ഓർക്കുക. ഞാൻ ഓപ്ഷൻ വായിക്കാം, അത് കഴിഞ്ഞിട്ട് പറയാം. ഓപ്ഷൻ എ ഗ്യാസ് മെറ്റൽ ആർഗൺ വെൽഡിംഗ്, ഓപ്ഷൻ ബി ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ഓപ്ഷൻ സി ഗ്ലോബുലർ മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ഓപ്ഷൻ ഡി ഗോജിംഗ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന 4 വെൽഡിംഗ് പ്രോസസ്സിൽ GMAW എന്ന് പറയുന്ന വെൽഡിംഗ് പ്രോസസ്സ് ഏതാണ്, അതിന്റെ എക്സ്പാൻഷൻ ഏതാണെന്നുള്ളത് പറഞ്ഞാൽ മതി. കാരണം നമുക്ക് എക്സ്പാൻഷൻ വെച്ചിട്ട് പല വെൽഡിംഗ് പ്രോസസ്സുകളും തരും. അപ്പൊ അത് ഫുൾ ഫോം അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ GMAW എക്സ്പാൻഷൻ ആണ് ചോദിക്കുന്നതിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് തന്നെയാണോ? എല്ലാവർക്കും സെയിം ആൻസർ തന്നെയാണോ? അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കാരണം അതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചിലരെങ്കിലും അത് ആർഗണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം ഓരോ വെൽഡിംഗ് പ്രോസസ്സിന്റെയും പേരുകൾ എക്സ്പാൻഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം
ഏത് വെൽഡിംഗ് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റൂ. അപ്പം GMAW എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. GMAW എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ്, G ഫോർ ഗ്യാസ്, M ഫോർ മെറ്റൽ, A ഫോർ എന്താണ്? ആർക്ക് വെൽഡിംഗ് ആണ്. അപ്പൊ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നാണ് GMAW വെൽഡിംഗ് പ്രോസസ്സിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ MMA എന്താണ്? MMA പറ്റി അറിയാമോ? മാനുവൽ മെറ്റൽ. ഓക്കെ, അപ്പം SMAW എന്താണ്? SMAW അത് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഷീറ്റ് മെറ്റൽ ഉണ്ട്, പിന്നെ സബ്മേർജ്ഡ് അല്ലേ വേറെ? ഷീറ്റ് മെറ്റൽ അല്ല, SMAW എന്നാണ് ഞാൻ ചോദിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. SAW അല്ല ചോദിച്ചത്, സബ്മേർജ്ഡ് പറഞ്ഞ ആള് ശ്രദ്ധിച്ചോണം. SAW എന്നല്ല, SMAW എന്നാണ് ചോദിച്ചത്. SMAW എന്ന് പറഞ്ഞാൽ അത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ആ സെയിം വെൽഡിംഗ് തന്നെയാണ് ഇത് MMA വെൽഡിംഗ് എന്നും പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് GTAW വെൽഡിംഗ് ഉണ്ട്. GTAW വെൽഡിംഗ് എന്താണെന്ന് അറിയാമല്ലോ? ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്. അതുപോലെ FCAW വെൽഡിംഗ് ഉണ്ട്. അതിന്റെ ഫുൾ ഫോം അറിയാമല്ലോ? ഫ്ലക്സ് കോട്ടഡ് ആർക്ക് വെൽഡിംഗ്. അത് തന്നെ, ഫ്ലക്സ് കോട്ടഡ് അല്ല, ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ്. കാരണം ഒരു ഹോളോ മെറ്റാലിക് വയറാണ്, നടുക്ക് ഹോളോ ആയിട്ടുള്ളൊരു മെറ്റാലിക് വയറാണ്. അതിന്റെ ഉള്ളിൽ ഫ്ലക്സിനെ നിറച്ചിരിക്കുന്നതാണ് ഫ്ലക്സ് കോർഡ് എന്നതിന് പേര് വന്നത്. സാധാരണ ഫ്ലക്സ് കോട്ടഡ് ആണ്, ഇവിടെ ഫ്ലക്സ് ഉള്ളിൽ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ GMAW എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാം. വെരി ഗുഡ്. അടുത്ത നമുക്ക് ജസ്റ്റ് എന്താണെന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് മെമ്മറൈസ് ചെയ്താൽ മതി. ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അവിടെ പറയുന്നത് എന്താ? ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് മാഗ് വെൽഡിംഗ് എന്നും മിഗ് വെൽഡിംഗും തിരിച്ചിട്ടുണ്ട്. അപ്പൊ ജനറലി നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നൊരു പേര് പറയുമല്ലേ, അതിനുള്ളിൽ തന്നെ ആ ഉപയോഗിക്കുന്ന ഗ്യാസിനനുസരിച്ചുകൊണ്ട് അത് എന്തായിട്ട് മാറും? മിഗും മാഗുമായിട്ട് മാറും. അപ്പം ആക്റ്റീവ് ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്, ഓക്കെ, CO2 പോലെയുള്ള ആക്റ്റീവ് ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മാഗ് വെൽഡിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ ഇനേർട്ട് ഗ്യാസുകൾ ഒക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? മിഗ്. യെസ്. അപ്പം മിഗും അതുപോലെ തന്നെ മാഗും, ഓക്കെ, രണ്ടു പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആ ഒരു ഫില്ലർ വയർ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അതിന്റെ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത് കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ്. അതായത് നമ്മൾ വെൽഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഒരു കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ബേണായി തീരും. ഓക്കെ, നമ്മുടെ ടങ്സ്റ്റൺ വെൽഡിങ് GTAW പോലെ വെൽഡ് ചെയ്ത ശേഷവും ടങ്സ്റ്റൺ ഇലക്ട്രോഡ് അവിടെ കാണുന്നവരിക്കത്തില്ല. വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യും, ബേണായി തന്നെ തീരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്ന മിഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നത് അലൂമിനിയം പോലെയുള്ള നോൺ ഫെറസ് മെറ്റൽസിനെ വെൽഡ് ചെയ്യാനാണ് നമ്മൾ മിഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ മാഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഗ്യാസ് CO2 പോലുള്ള ഗ്യാസുകൾ ഉപയോഗിച്ചുകൊണ്ട് വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫെറസ് മെറ്റൽസ് ആയിട്ടുള്ള സ്റ്റീൽ പോലെയുള്ള മെറ്റൽസിനെയൊക്കെ വെൽഡ് ചെയ്യാനാണ് മാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്പോട്ട് വെൽഡിംഗ് ഈസ് ഡൺ ബൈ ദ ഡാഷ് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽസ്. അപ്പം മെറ്റൽസിന്റെ എന്തോ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് സ്പോട്ട് വെൽഡിംഗ് ചെയ്യുന്നത്. അത് എന്ത് പ്രോപ്പർട്ടി ആണെന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇൻഡക്ടൻസ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്. ഓപ്ഷൻ സി ഡക്റ്റിലിറ്റി ആണ്. ഓപ്ഷൻ ഡി വരുന്നത് റെസിസ്റ്റൻസ് ആണ്. ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസേഴ്സ് പറയാനുണ്ടോ? ഇല്ല സാറേ, ഡി തന്നെ. ഓപ്ഷൻ ഡി തന്നെ, റെസിസ്റ്റൻസ് തന്നെയാണ് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പം അവിടെ ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം
ആ ഒരു പ്രോപ്പർട്ടി റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നതാണ്. കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് മെറ്റൽസിന്റെ റെസിസ്റ്റൻസ് കൊണ്ട് അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ആ ഹീറ്റ് വരുന്നത്. ആ ഹീറ്റ് ആണ് അവിടെ ആക്ച്വലി വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോപ്പർട്ടിയാണ്? ഒരു കണ്ടക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിന്റെയോ ആ ഒരു അതിനുള്ളിൽ കൂടെ കറണ്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ചേഞ്ചുകളെ ഒപ്പോസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിനെയാണ് ഇത് പറയുന്നത് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ഡക്ടിലിറ്റി എന്ന് പറയുന്നത് വേറൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. മെറ്റീരിയൽ എന്ത് ചെയ്തു നമുക്ക് വലിച്ചു നീട്ടാനായിട്ട് പറ്റുന്നതാണ് ഡക്ടിലിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ഷൻ എന്ന് പറയുന്നത് കടത്തിവിടാനുള്ള കഴിവ്. അതിപ്പോ കറണ്ട് ആയിക്കോട്ടെ ഹീറ്റ് ആയിക്കോട്ടെ അതിനെ കടത്തിവിടാനുള്ള മെറ്റൽസിന്റെ കഴിവിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ സ്പോട്ട് വെൽഡിംഗ് ചെയ്യുന്നതിനുള്ള മെറ്റലിന്റെ പ്രോപ്പർട്ടി വേണ്ടത് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. Spot welding is used for welding thin sheet metal as a lap joint. Okay, ചെറിയ സ്മോൾ സ്പോട്ടുകൾ വെച്ചായിരിക്കും വെൽഡ് ചെയ്യുന്നത്. ഓരോരോ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഇടും വെൽഡ് കൊണ്ട്. അങ്ങനെയാണ് അതിനെ ക്ലോസ് ചെയ്യുന്നത്. വളരെ അടുപ്പിച്ചായിരിക്കും ചെയ്യുന്നത്. ലാപ്പ് ജോയിന്റുകളാണ് ചെയ്യുന്നത്. പിന്നെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ആർക്കെങ്കിലും തെറ്റുപോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ലൈൻ ഓൺ വിച്ച് ദ വെൽഡ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ബേസ് മെറ്റൽ സർഫസ്. ഓക്കെ, അപ്പൊ ബേസ് മെറ്റൽ സർഫസിൽ വെൽഡിന്റെ റീഇൻഫോഴ്സ്മെന്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇമാജിനറി ഒരു ലൈൻ നമുക്ക് പറയാം. ഇമാജിനറി ലൈൻ അല്ല, ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട്. ആ ലൈനിന്റെ മുകളിലായിരിക്കും ആ ഒരു വെൽഡിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഏറ്റവും മുകളിലെ വെൽഡ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ലൈനിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിച്ചോട്ടെ. ഓപ്ഷൻ എ ഫ്യൂഷൻ ലൈൻ, ഓപ്ഷൻ ബി റെയിൻഫോഴ്സ്മെന്റ് ലൈന്, ഓപ്ഷൻ സി ബൗണ്ടറി ലൈന്, ഓപ്ഷൻ ഡി ലോ ലൈൻ. അപ്പൊ വെൽഡ് നമുക്ക് ഓർമ്മയുണ്ട്. വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു കർവ് പോലെ ഇങ്ങനെ വന്ന് കോൺവെക്സ് ആയിട്ട് വന്ന് നിൽക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ഫിഗറിലൊക്കെ. അപ്പൊ ആ ഒരു കോൺവെക്സ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വെൽഡ് ആ ബേസ് മെറ്റലിൽ നിന്ന് കുറച്ച് പൊങ്ങിയായിരിക്കും. അപ്പൊ ആ ബേസ് മെറ്റലിൽ അത് റെസ്റ്റ് ചെയ്യുന്ന അല്ല ബേസ് മെറ്റലിൽ അത് ടച്ച് ചെയ്യുന്ന ആ ഒരു ഫ്ലാറ്റ് ലെവലിൽ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ആൻസർ എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഫ്യൂഷൻ ലൈൻ ആണോ, റെയിൻഫോഴ്സ്മെന്റ് ലൈൻ ആണോ, ബൗണ്ടറി ലൈൻ ആണോ, ടോ ലൈൻ ആണോ? ഓപ്ഷൻ ബി ഓർ ഡി, ഇതിലേതാണ് ചാൻസ്? ഓപ്ഷൻ ബി ഓർ ഡി ആണ് ആൻസർ പറയുന്നത് അല്ലേ? ടോ ലൈൻ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി അല്ലേ സാറേ? റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? റെയിൻഫോഴ്സ്മെന്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലൈന്. ഓക്കെ, നമുക്കത് വെക്കാം. ഓപ്ഷൻ ബി ഡി രണ്ട് ആൻസർ വന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ടോ ലൈൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പം ടോ ലൈൻ എന്ന് പറയുന്ന ലൈന് എന്താണെന്ന് മനസ്സിലാക്കണം. ലൈൻ ഓൺ വിച്ച് ദ വെൽഡ് റെയിൻഫോഴ്സ്മെന്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ബേസ് മെറ്റൽ സർഫസ്. അപ്പൊ ബേസ് മെറ്റൽ സർഫസിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ പുറത്ത് ഈ ഒരു വെൽഡിന്റെ റെയിൻഫോഴ്സ്മെന്റ് വന്ന് നിൽക്കുന്നതിനെയാണ് ആ ഒരു ലൈനെയാണ് നമ്മൾ പറഞ്ഞത് ടോ ലൈൻ എന്ന് പറഞ്ഞത്. റെയിൻഫോഴ്സ്മെന്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഇല്ല ആക്ച്വലി. റെയിൻഫോഴ്സ്മെന്റ് റെസ്റ്റ് ചെയ്യുന്ന ലൈനിന്റെ റിയൽ പേര് ടോ ലൈൻ എന്ന് പറഞ്ഞിട്ട് പേരാണ്. റെയിൻഫോഴ്സ്മെന്റ് ലൈൻ എന്നുള്ളത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ആക്ച്വലി അതിന്റെ റിയൽ വേർഡ് എന്ന് പറഞ്ഞാൽ ടോ ലൈൻ ആണ്. കാര്യം റെയിൻഫോഴ്സ്മെന്റ് റെസ്റ്റ് ചെയ്യുന്നത് ക്യാപ്പിങ്ങിന് പറഞ്ഞ മറ്റൊരു പേരാണ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യാപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രൗൺ എന്നൊക്കെ പറയും. പക്ഷെ അത് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ബേസ് മെറ്റലിലെ ലൈനിനെ പറയുന്നതാണ് ടോ ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ടോ ലൈൻ ആണെന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ടോ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ദ ലൈൻ ഓൺ വിച്ച് വെൽഡ് റെയിൻഫോഴ്സ്മെന്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ബേസ് മെറ്റൽ സർഫസ്. ഇതിന് മറ്റൊരു പേരൊന്നുമില്ല, അത് തന്നെയാണ് ഇതിന്റെ പേര്. ഇനിയിപ്പോ ടോ ലൈൻ ഒന്നും തന്നിട്ടില്ല, വേറെ ഒന്നും തന്നിട്ടില്ല, റീഇൻഫോഴ്സ്മെന്റ് ലൈൻ എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഓപ്ഷൻ എടുക്കുക. ടോ ലൈൻ ഉണ്ടെങ്കിൽ ടോ ലൈൻ എടുക്കുന്നതാണ് കറക്റ്റ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ ടെമ്പറേച്ചർ ഓഫ് ദി സ്പാർക്ക് ഈസ് അപ്രോക്സിമേറ്റ്. അപ്പൊ നമ്മൾ ജനറലി വെൽഡിംഗ് പറയുമ്പോഴത്തേക്ക്, ഈ ഒരു ആർക്ക് വെൽഡിംഗ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു ടെമ്പറേച്ചർ അതിനകത്ത് ഉപയോഗിക്കുന്ന ആർക്ക് അഥവാ ആ സ്പാർക്കിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി 600 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ സി 3600 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ഡി 1600 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഓപ്ഷൻ സി അല്ലേ സാറേ 3600 ഡിഗ്രി? അതെ, ഓക്കെ. നമുക്ക് ഓപ്ഷൻ സി 3600 ഡിഗ്രി സെൽഷ്യസ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 3600 ഡിഗ്രി സെൽഷ്യസ് ആണോ നോക്കാം. ഓപ്ഷൻ സി കറക്റ്റ് ആണ് പറഞ്ഞത്. 3600 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. അപ്പം അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ആർക്ക് വെൽഡിങ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ 3600 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് വരിക. അതിൽ അവിടെ നിന്ന് കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ 3600 ആണ് നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ മേടിക്കേണ്ടത്. ഓക്കെ, ടെക്സ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 3600 തന്നെയാണ്. അപ്പം ക്വസ്റ്റ്യൻ ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു വാല്യൂ ഫോക്കസ് ചെയ്ത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ആർക്ക് വെൽഡിങ് സ്പാർക്കിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 3600 ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്രോക്സിമേറ്റ്ലി. ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 3600 ഡിഗ്രി സെൽഷ്യസ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഡാഷ് ആർക്ക് പ്രൊമോട്ട്സ് മോർ സർഫസ് ടെൻഷൻ ഇഫക്ട്. അപ്പം സർഫസ് ടെൻഷൻ ഇഫക്റ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആർക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളതിനകത്ത് ആ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നേക്കുന്നത് ആർക്കിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ആർക്കുകൾ അറിയാം. ലോങ്, ഷോർട്ട്, മീഡിയം. ഓക്കെ, അപ്പം ഈ ഒരു 3 ആർക്ക് ലെങ്തുകളിൽ ഏത് ആർക്കാണ് കൂടുതൽ സർഫസ് ടെൻഷൻ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പം ഈ ഒരു സർഫസ് ടെൻഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ട്രോഡ് കോട്ടിങ്ങിന്റെ പുറത്ത്, ഇലക്ട്രോഡിൽ നിന്ന് മെറ്റൽ താപ്പോട്ട് ഉരുകി വെള്ളിലേക്ക് വീഴുന്നത് എങ്ങനെയാണെന്നുള്ളതനുസരിച്ച് 4 ഫോഴ്സുകൾ അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതില് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റി, സർഫസ് ടെൻഷൻ, അങ്ങനത്തെ കുറെ ഫോഴ്സുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ചോദിക്കുന്നത് വെൽഡിങ്ങിനകത്തിലുള്ള ഏത് ആർക്ക് ലെങ്ത് ആണ് ഈ സർഫസ് ടെൻഷൻ എഫക്റ്റിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ലോങ്, ഓപ്ഷൻ ബി ഷോർട്ട്, ഓപ്ഷൻ സി മീഡിയം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. കൂടുതൽ സർഫസ് ടെൻഷൻ എഫക്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആർക്ക് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലോങ് ആർക്കാണോ, ഷോർട്ട് ആണോ, മീഡിയം ആണോ, ഓൾ ഓഫ് ദ എബോവ് ആണോ? ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണോ സാർ? ഷോർട്ട് ആർക്ക്. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് അതെ, വെരി ഗുഡ്, ഓപ്ഷൻ ബി. അപ്പം പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, നല്ല കാര്യം. അങ്ങനെയാണ് പോകട്ടെ. എല്ലാ പോയിന്റ്സും ജസ്റ്റ് നോക്കാം. നമുക്ക് പറയാൻ പറ്റത്തില്ല എക്സാമിന് ഏത് ചെറിയ പോയിന്റ് വേണമെങ്കിൽ ചോദിക്കും. കാരണം ഈ ഒരു ടെക്സ്റ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എവിടെ ചോദിച്ചാലും നമുക്ക് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരരുത്. എല്ലാ ഏരിയസും നോക്കുന്നതിൽ സന്തോഷം. ഓക്കെ, അപ്പം ആർക്ക് ദാറ്റ് പ്രൊമോട്ട്സ് മോർ സർഫസ് ടെൻഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ ലോങ്, ഷോർട്ട്, മീഡിയം എന്ന് പറയുന്നത് ഷോർട്ട് ആർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സർഫസ് ടെൻഷൻ എഫക്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു എഫക്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഷോർട്ട് ആർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഷോർട്ട് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇലക്ട്രോഡിന്റെ നമ്മുടെ ബേസ് മെറ്റലിന്റെ ഇടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇലക്ട്രോഡിന്റെ ഡയമീറ്ററിനേക്കാൾ കുറവാകുമ്പോഴാണ് അത് ഷോർട്ട് ആർക്ക് ആവുന്നത്. കൂടുതലാവുമ്പോൾ അത് ലോങ് ആവും. ഈക്വൽ ആണെങ്കിൽ അത് മീഡിയം ആവും. അപ്പൊ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ സർഫസ് ടെൻഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ദ ബേസ് മെറ്റൽ ടു അട്രാക്ട്. അതായത് ഉരുകുന്ന ഫില്ലർ മെറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോഡിന്റെ ഓർവയർ ഉരുകി താപ്പോട്ട് വരുമ്പോഴത്തേക്ക് അതിനെ കൊണ്ട് വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ആ ഒരു സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു എഫക്ട് എന്ന് പറയുന്നത് പൊസിഷണൽ വെൽഡിങ്ങിലൊക്കെ നല്ലതാണ്. അല്ലെ, ഇപ്പൊ പറഞ്ഞ ഓവർ ഹെഡ് വെൽഡ് ചെയ്യുക, വെർട്ടിക്കൽ ചെയ്യാം. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പം ഷോർട്ട് ആർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സർഫസ് ടെൻഷൻ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് എക്സേർട്സ് എ പിഞ്ച് എഫക്ട് ഓൺ ദ മോൾട്ടൺ മെറ്റൽ ഗ്ലോബ്യൂൾ ഫോംഡ് അറ്റ് ദ ആർക്കിംഗ് എൻഡ് ഓഫ് ദ ഇലക്ട്രോഡ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡാഷ് എക്സേർട്സ് എ പിഞ്ച് എഫക്ട് ഓൺ ദ മോൾട്ടൺ മെറ്റൽ ഗ്ലോബ്യൂൾ. അപ്പം മോൾട്ടൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്? ഇലക്ട്രോഡ് ഉരുകുമ്പോഴാണ് മോൾട്ടൺ മെറ്റൽ കൊണ്ട് താപ്പോട്ട് ഉരുകി വെള്ളിലേക്ക് വീഴുന്നത്. ആ മോൾട്ടൺ മെറ്റലിന്റെ ഗ്ലോബ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു ഉരുകി താപ്പോട്ട് വീഴാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പൊ അവിടെ ഒരു പിഞ്ച് എഫക്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പിഞ്ച് എഫക്ട് എന്ന് പറഞ്ഞാൽ അതവിടെ നമുക്ക് ഡിറ്റാച്ച് ആയി പോകുന്നൊരു എഫക്ട്. അപ്പം ആ എഫക്റ്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? എന്ത് ഫോഴ്സ് ആണ് എന്നുള്ളതാണ്, അല്ലെ എന്ത് ശക്തിയാണ് അവിടെ ആ ഒരു ഇലക്ട്രോഡിന്റെ വലിയ ഗ്ലോബ്യൂൾസ് ഡിറ്റാച്ച് ചെയ്ത് പോകാനായിട്ട് പിഞ്ച് എഫക്ട് കൊടുക്കുന്ന ഫോഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി ഗ്രാവിറ്റി, ഓപ്ഷൻ സി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ ഡി സർഫസ് ടെൻഷൻ. അപ്പം ഡാഷ് എക്സേർട്സ് എ പിഞ്ച് എഫക്ട് ഓൺ ദ മോൾട്ടൺ മെറ്റൽ globule formed at the arcing end of the electrode.
ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാമെങ്കിൽ പറയുക. സി അല്ലേ സാറേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്? ഓക്കെ, ഓപ്ഷൻ സി പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? അത് തന്നെയാണോ എല്ലാവർക്കും? സർഫസ് ടെൻഷൻ ആണോ സാറേ? സർഫസ് ടെൻഷൻ പറയുന്നുണ്ട്. ഉറപ്പാണോ? അത് കൺഫേം ആണെങ്കിൽ നോക്കാം നമുക്ക്. അപ്പൊ എന്തായാലും സിയും ഡിയും കൂടുതൽ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിയും ഡിയും തന്നെ ആയിരിക്കും കുറെ പേര് പറയുന്നത്. നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയണം. അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മോൾട്ടൺ മെറ്റൽ നമ്മുടെ ഇലക്ട്രോണിന്റെ ടിപ്പിൽ നിന്ന് ഗ്ലോബ്യൂൾ ആയിട്ട് ഫോം ചെയ്തിരിക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, താപ്പോട്ട് ഡിറ്റാച്ച് ആയി പോകാനായിട്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കൊടുക്കുന്നത് എന്താണ്, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ആ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഇലക്ട്രിസിറ്റി കൊണ്ട് അവിടെ സംഭവിക്കുന്ന ഫോഴ്സ് ആണ്. അപ്പൊ ആ ഒരു ഫോഴ്സ് അവിടെ വരുന്നത് കൊണ്ടാണ് എന്ത്, ഈ ഒരു മോൾട്ടൺ മെറ്റൽ എന്ന് പറയുന്നത് നേരെ അവിടെ നിന്ന് നിങ്ങളുടെ ആ ഒരു നമ്മുടെ വെള്ളി നടക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ ഡിറ്റാച്ച് ആയി പോകുന്നു ആർക്കിലൂടെ. ഓക്കെ, അപ്പം ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പൊ പിഞ്ച് എഫക്ട് കൊണ്ട് മോൾട്ടൺ മെറ്റൽ ഡിറ്റാച്ച് ആവുന്നതിന്റെ റീസൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ കഴിവാണ്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഉള്ള ആ ഒരു എഫക്ട് ഉള്ളത് കൊണ്ട് തന്നെ പൊസിഷണൽ വെൽഡിങ് പറഞ്ഞ പോലെ ഓവർ ഹെഡ്, അതുപോലെ തന്നെ വെർട്ടിക്കല്, ഹൊറിസോണ്ടൽ ഓവർ ഹെഡ്, അത്തരത്തിലുള്ള വെറും ഹൊറിസോണ്ടൽ, അത്തരത്തിലുള്ള ഡിഫറെന്റ് പൊസിഷണൽ വെൽഡിങ്ങുകളിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത് കൊണ്ട് വെൽഡിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട്. അപ്പം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. പിഞ്ച് എഫക്ട് എന്ന് കേട്ടാൽ അപ്പൊ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പത്താമത്തെ ക്വസ്റ്റ്യൻ. Dash is the exposed surface of a weld made in a welding process on the side from which the welding is done. അപ്പൊ പത്താമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ പറയാം. Dash is the exposed surface of a weld made in a welding process on the side from which the welding is done. അപ്പൊ ഒരു വെൽഡ് ചെയ്യുന്ന സമയത്ത് അല്ലെ വെൽഡ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ വെൽഡിങ് ചെയ്യുന്ന സൈഡിൽ നിന്ന് കാണുന്ന ആ ഒരു വെൽഡിന്റെ എക്സ്പോസ്ഡ് സർഫസിനെ എന്ത് പറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടാഴ്ചയിൽ വരുത്താൻ തോന്നുമെങ്കിലും വായിച്ച് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആണ്. അപ്പം വെൽഡിനെ നമ്മൾ കാണുന്ന സൈഡിനെ വെൽഡിങ് സമയത്ത് എന്ത് പറയും, ആ കാണുന്ന സൈഡിനെ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ റൂട്ട് സൈഡ്, ഓപ്ഷൻ ബി ട്രാൻസ്വേഴ്സ് സൈഡ്, ഓപ്ഷൻ സി ഫേസ് സൈഡ്, ഓപ്ഷൻ ഡി ലോഞ്ചിറ്റ്യൂഡിനൽ സൈഡ്. അപ്പം പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞേ. കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓപ്ഷൻ സി ഫേസ് സൈഡ് ആണ് സാറേ. ഫേസ് അല്ലേ സാറേ? ഫേസ് സൈഡ് തന്നെയാണ് പറയുന്നത് എല്ലാവരും. ഓക്കെ, നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫേസ് സൈഡ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് പത്തിന്റെ ആൻസർ. അപ്പം എന്താണ് കാര്യം എന്നുള്ള മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതായത് വെൽഡ് ചെയ്യുമ്പോൾ വെൽഡറുടെ സൈഡിൽ നിന്ന് കാണുന്ന, അതായത് നിങ്ങളിപ്പം വെൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു പൈപ്പ് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ മുകൾ വശമായിരിക്കാം പൈപ്പിന്റെ, അതിന്റെ ഉൾവശം കാണാൻ പറ്റത്തില്ല. ആ പുറമെ കാണുന്നതിനെയാണ് വെൽഡ് ഫേസ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പൈപ്പിന്റെ ഉൾവശത്ത് ആ വെൽഡ് സംഭവിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ എന്ത് പറയും, റൂട്ട് സൈഡ് എന്ന് പറയും. മനസ്സിലായോ? വെൽഡിന്റെ റൂട്ടും ഫേസുമാണ് രണ്ട് വശങ്ങൾ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫേസിൽ തന്നെ നമുക്ക് ആക്സിസിന് അലോങ് ആയിട്ടും ആക്സിസിന് അക്രോസും ആയിട്ടുള്ള ഡയറക്ഷനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സൈഡ് പറയുമ്പോഴത്തേക്ക് എപ്പോഴും റൂട്ട് ഫേസ് സൈഡുകളാണ് പറയുന്നത്. അപ്പൊ വെൽഡ് ചെയ്യുന്ന സൈഡിൽ വെൽഡർക്ക് കാണാൻ പറ്റുന്ന സൈഡ് ഏതേ ഉള്ളൂ, വെൽഡ് ഫേസേ കാണുന്നത്. വെൽഡർക്ക് കാണാൻ പറ്റാത്ത സൈഡാണ് വെൽഡിന്റെ റൂട്ട്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സിംബൽസിന്റെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദ റെഫറൻസ് ലൈൻ ഈസ് ഓൾവേസ് ഡ്രോൺ ഡാഷ്. റെഫറൻസ് ലൈൻ അല്ലെ, വെൽഡിംഗ് സിംബൽസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് റെഫറൻസ് ലൈന്, ആരോ ലൈന്, അതുപോലെ തന്നെ മറ്റു പല ലൈനുകളെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ആ റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഓറിയന്റേഷൻ ആണ്. വെർട്ടിക്കൽ ആണോ? ഓപ്ഷൻ എ വെർട്ടിക്കൽ, ഓപ്ഷൻ ബി പെർപെൻഡിക്കുലർ, ഓപ്ഷൻ സി ഇൻക്ലൈൻഡ് ആയിട്ടാണ്, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പൊ വെർട്ടിക്കൽ ലൈൻ, സോറി, നമ്മുടെ റെഫറൻസ് ലൈൻ എപ്പോഴും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് ചോദ്യം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെങ്കിൽ പറഞ്ഞോളൂ. ഹൊറിസോണ്ടൽ ആണോ? റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വരയ്ക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ പറയുന്നത്. നോക്കാം. യെസ്, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ ആണ് ആൻസർ. അതായത് റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് വെൽഡിന്റെ സിംബലിനകത്തിലെ ആ ഒരു
വെൽഡിനെ നമ്മൾ ആ ഒരു ആരോ ലൈനിൽ നിന്ന് എടുത്ത് നേരെ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരച്ച് ആ ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും നമ്മൾ സിമ്പിൾ ഒക്കെ കൊടുക്കുന്നത്. അപ്പം ആ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരയ്ക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പം റെഫറൻസ് ലൈൻ ഈസ് ഷോൺ ഓൾവേസ് ഡ്രോൺ ആസ് എന്താണ്, ഹൊറിസോണ്ടൽ ലൈന്. അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ആ ജോയിന്റിന്റെ തൊട്ടടുത്തായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ആ റെഫറൻസ് ലൈനിനെ ജോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്, അതിന്റെ പേരെന്താണ് പറയാൻ പറ്റുമെന്ന് നോക്കി. ആരോ ലൈൻ ആണ്. ആരോ ലൈൻ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇതൊക്കെ നമ്മുടെ സിലബസിലുള്ള കേട്ടോ. ഈ ഏരിയ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം പെട്ടെന്ന്, കാരണം അതൊക്കെ നമുക്ക് സിലബസിലുള്ള സാധനമാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ആൻസർ ഓർമ്മ വരുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ വായിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഏരിയ ഒന്ന് കവർ ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് നോക്കിക്കോ കേട്ടോ. ഓക്കെ, അപ്പം ആരോ ലൈന് ആണ് റെഫറൻസ് ലൈന് ജോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ആണ് ആ ഒരു റെഫറൻസ് ലൈൻ. ഓക്കെ, ആരോ ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വെൽഡിംഗ് സിംബൽ ഡാഷ് ഈഫ് യൂസ്ഡ് ഇറ്റ് മേ ഗീവ് ഇൻഫർമേഷൻ ഓൺ സ്പെസിഫിക്കേഷൻ ദ വെൽഡിംഗ് പ്രോസസ് യൂസ്ഡ്. അപ്പം വെൽഡിംഗ് സിംബൽ നോക്കുകയാണെങ്കിൽ വെൽഡിംഗ് സിംബലിൽ ഈ പറയുന്ന ലൈനുകളൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ഡാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെ, ഈ പറയുന്ന ഒരു എന്തോ ഒരു സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെൽഡിങ്ങിന്റെ സ്പെസിഫിക്കേഷൻ, അതായത് കോഡ്, മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ വെൽഡിംഗ് പ്രോസസ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റെഫറൻസ് ലൈന്, ഓപ്ഷൻ ബി ആരോ ലൈന്, ഓപ്ഷൻ സി വെൽഡ് ലൈന്, ഓപ്ഷൻ ഡി ടെയില്. വെൽഡിംഗ് സിംബലില് നമ്മൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത്, വെൽഡിംഗ് സിംബലിന്റെ ലൈൻ വരയ്ക്കുമ്പോഴാണ്, വെൽഡിംഗ് സിംബലിന്റെ ഉള്ളിലെ ലൈനുകളെ പറ്റി ആലോചിക്കുക. വെൽഡിംഗ് സിംബൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മളൊരു ലൈൻ ആരോ എല്ലാം കൂടെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം പഠിപ്പിച്ചതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ വെൽഡിംഗ് സ്പെസിഫിക്കേഷനും വെൽഡിംഗ് പ്ലസും ഒക്കെ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എന്താണ് അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റെഫറൻസ് ലൈന്, ഓപ്ഷൻ ബി ആരോ ലൈന്, ഓപ്ഷൻ സി വെൽഡ് ലൈന്, ഓപ്ഷൻ ഡി ടെയില്. ആൻസർ കിട്ടിയോ? 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അറിയാൻ മാർക്കല്ലേ? ഓപ്ഷൻ ഡി ടെയിൽ. വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണോ നോക്കാം. അതെ, ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ടെയിലാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അതായത് വെൽഡിംഗ് പ്രോസസ്സും സ്പെസിഫിക്കേഷനും ഒക്കെ എഴുതണമെങ്കിൽ റെഫറൻസ് ലൈനും ആരോ ലൈനും ഒന്നും പറ്റത്തില്ല. അവിടെ നമ്മൾ ഒരു ലാസ്റ്റിൽ ഒരു വി ഷേപ്പിൽ ഒരു ടെയിൽ കൊടുക്കും. ആ ടെയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ടെയിലിന്റെ ഫിഗറും കാര്യങ്ങളൊക്കെ നമുക്ക്, ടെയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇറ്റ് മേ ഗീവ് ഇൻഫർമേഷൻ ഓൺ സ്പെസിഫിക്കേഷൻ ഓൺ വെൽഡിംഗ് പ്രോസസ്, അല്ലെങ്കിൽ ഈ പറയുന്ന വെൽഡിംഗ് ഡീറ്റെയിൽസിൽ സിംബലി കാണിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒരു നമ്മുടെ ടെയിലായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ ടെയില് വന്നിട്ടില്ല. ആ ഒരു ടെയില് ഇതിന്റെ ലാസ്റ്റിലായിരിക്കും വരുന്നത്, ഒരു വി ഷേപ്പിൽ ഇങ്ങനെ ആ റെഫറൻസ് ലൈൻ തീരുന്നിടത്ത് വരും. നമ്മുടെ ഗ്രേറ്റർ ദാൻ സിംബൽ പോലെ, ലെസ് ദാൻ സിംബൽ പോലെ. ഇവിടെ ആരോ ലൈൻ നമുക്ക് കാണാം, ഇൻക്ലൈൻഡ് ആണ്. റെഫറൻസ് ലൈൻ ആണ് ഹൊറിസോണ്ടൽ ലൈന്. ഓക്കെ, അപ്പൊ ടെയിൽ എന്താന്നുള്ള കാര്യം മനസ്സിലായല്ലോ. വെരി ഗുഡ്. അപ്പൊ 13ാമത്തെ ക്വസ്റ്റ്യൻ അടുത്തെന്താണ്, ദ സിംബൽസ് കോംപ്ലിമെന്റിംഗ് ഫോർ ദ ഷേപ്പ് ഓഫ് എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ വെൽഡ്. അല്ലെ, വെൽഡിന്റെ പുറം സർഫസിന്റെ, അല്ലെ, എക്സ്റ്റേണൽ സർഫസിന്റെ പ്രതലത്തിന്റെ ഷേപ്പിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സിംബലിന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ സപ്ലിമെന്ററി സിംബൽ, ഓപ്ഷൻ ബി എലമെന്ററി സിംബൽ, ഓപ്ഷൻ സി വെൽഡ് സിംബൽ, ഓപ്ഷൻ ഡി കോംപ്ലിമെന്ററി സിംബൽ. അപ്പം എക്സ്റ്റേണൽ സർഫസിന്റെ, വെൽഡിന്റെ ഷേപ്പിനെ പറ്റിയല്ല പറയുന്നത്, വെൽഡിന്റെ എക്സ്റ്റേണൽ സർഫസിന്റെ ഷേപ്പ്, അതായത് റെയിൻഫോഴ്സ്മെന്റിന്റെ ഷേപ്പ് എത്തരത്തിലുള്ളതാണ് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സിംബൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി. സപ്ലിമെന്ററി, എലമെന്ററി, വെൽഡ് സിംബൽ, കോംപ്ലിമെന്ററി സിംബൽ. അറിയാമെങ്കിൽ പറഞ്ഞോളൂ. സപ്ലിമെന്ററി സിംബൽ. സപ്ലിമെന്ററി സിംബൽ പറയുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സപ്ലിമെന്ററി സിംബൽ ആണ്. അപ്പൊ സപ്ലിമെന്ററി സിംബൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സപ്ലിമെന്ററി സിംബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്ററി സിംബലുകളായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ നമ്മൾ ഒരു സെറ്റ് ഓഫ് അനദർ സിംബലൂടെ കൊടുക്കും. ആ സിംബലുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അതായത് വെൽഡിന്റെ സർഫസിന്റെ ഷേപ്പ് എത്തരത്തിലുള്ളതാണെന്നുള്ളത് കാണിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പം സപ്ലിമെന്ററി സിംബൽസ് എലമെന്ററി സിംബൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വെൽഡിന്റെ സർഫസ് നമുക്ക് കോൺവെക്സ്, കോൺകേവ്
അല്ലെങ്കിൽ ഫ്ലാറ്റ് എങ്ങനെ വേണമെന്നുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു സപ്ലിമെന്ററി സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം എക്സ്റ്റേണൽ സർഫസിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സിമ്പിളുകളെ പറഞ്ഞവരാണ് സപ്ലിമെന്ററി സിമ്പിൾ എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ടൈൽ ഇലക്ട്രോഡ് 6013 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ആ ഒരു ഇലക്ട്രോഡിനെ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേരെന്താണ്? 6013 എന്ന് പറയുന്നത്. റൂട്ടൈൽ ഇലക്ട്രോഡ് 6013 അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജനറൽ ഇലക്ട്രോഡ്, ഓപ്ഷൻ ബി സ്പെഷ്യൽ ഇലക്ട്രോഡ്, ഓപ്ഷൻ സി ഹെവി ഇലക്ട്രോഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ എ ജനറൽ ഇലക്ട്രോഡ് അല്ലേ സാർ? ഇതല്ലേ സാധാരണ എല്ലായിടത്തും വെള്ളിയാണ് ഉപയോഗിക്കുന്നത്? കേട്ടില്ല. ഇതല്ലേ സാധാരണ ഉപയോഗിക്കുന്നത്? യെസ് യെസ് യെസ്, ജനറൽ ഇലക്ട്രോഡ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പം 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. റൂട്ടൈൽ ഇലക്ട്രോഡ് ആയിട്ടുള്ള ഈ 6013 എന്ന് പറയുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ജനറൽ ഇലക്ട്രോഡ് ആണ്. അതായത് കോമൺ ആയിട്ടുള്ള സാധാരണ പർപ്പസുകളായിട്ടുള്ള വെൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ആണ് ജനറൽ ഇലക്ട്രോഡ് ആയിട്ടുള്ള 6013 എന്ന് പറയുന്നത്. റൂട്ടൈൽ കോട്ടിംഗിൽ പെടുന്ന ഇലക്ട്രോഡ് ആണ് അത്. ഓക്കെ, ലാസ്റ്റിൽ 3 വന്നിട്ടുണ്ട്. അപ്പൊ റൂട്ടൈലാന്ന് നമുക്കറിയാം. 2, 3, 4 ലാസ്റ്റ് വന്ന റൂട്ടൈലാണ്. അതുപോലെ തന്നെ 5, 6, 7, 8 വരുന്നത് എന്താണ്? ഇത് ബേസിക് ആണ്. 0, 1 വരുന്നത് സെല്ലുലോസിക് ആണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് മെത്തേഡ് പ്രൊഡ്യൂസസ് അല്ലെ വിച്ച് മെത്തേഡ് ഓഫ് കോട്ടിംഗ് എന്നാണ് വരേണ്ടത് അവിടെ. ഓക്കെ, വിച്ച് മെത്തേഡ് ഓഫ് കോട്ടിംഗ് പ്രൊഡ്യൂസസ് നോൺ യൂണിഫോം കോട്ടിംഗ് ഇൻ ഇലക്ട്രോഡ്. അപ്പൊ ഏത് കോട്ടിംഗ് മെത്തേഡ് ചെയ്യുമ്പോഴാണ് ഈ നോൺ യൂണിഫോം കോട്ടിംഗ് കിട്ടാൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ എ എക്സ്ട്രൂഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി എക്സ്ട്രൂഷനും ഡിപ്പിങ്ങും, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡിപ്പിംഗ് മെത്തേഡ് മാത്രം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പൊ ഏത് മെത്തേഡ് വഴി നമ്മൾ ഇലക്ട്രോഡ് കോട്ട് ചെയ്യുമ്പോഴാണ് നോൺ യൂണിഫോം ആയിട്ടുള്ള കോട്ടിംഗ് കിട്ടാനുള്ള സാധ്യതയുള്ളത്? യൂണിഫോമിറ്റി ഇല്ലാത്ത കോട്ടിംഗ് എന്നുവെച്ചാൽ പ്രോപ്പർ ആയിട്ട് അവിടെ എവിടെയും കോട്ട് ആവാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നോൺ യൂണിഫോം കോട്ടിംഗ്. എക്സ്ട്രൂഷൻ മെത്തേഡ് ആണോ ഡിപ്പിംഗ് മെത്തേഡ് ആണോ? അത് രണ്ടും ഒരുപോലെയാണ്. അപ്പം 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെങ്കിൽ പറയുക. ഓപ്ഷൻ എ എക്സ്ട്രൂഷൻ, ഓപ്ഷൻ സി ഡിപ്പിംഗ്. ഇത് രണ്ടും ഒന്നുമല്ല. ഡിപ്പിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പം നോൺ യൂണിഫോം കോട്ടിംഗ് ഇൻ ഇലക്ട്രോഡ് കിട്ടുന്നത് ഓപ്ഷൻ സി ആണെന്ന് പറയുന്നത് നോക്കാം. യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ. കാരണം വെച്ചെന്താണ്, ഈ ഒരു ഡിപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പഴയ മെത്തേഡാണ്, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രോഡിന്റെ കോട്ടിംഗ് പ്രോപ്പർ ആയിട്ട് കിട്ടണമെന്നില്ല, നോൺ യൂണിഫോം ആയിട്ടായിരിക്കും കിട്ടുന്നത്. എന്നാൽ ഇപ്പൊ ഉപയോഗിക്കുന്നത് എക്സ്ട്രൂഡഡ് ആയിട്ടുള്ള എക്സ്ട്രൂഷൻ മെത്തേഡ് ഇലക്ട്രോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് നല്ല കോട്ടിംഗ് ആണ് കിട്ടുന്നത്. എല്ലായിടത്തും ഈവൻ ആയിട്ടുള്ള കോട്ടിംഗ് ആയിരിക്കും അതിൽ ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 16. The ratio of coating diameter to the core wire diameter is known as. അല്ലെ, കോട്ടിംഗ് ഡയമീറ്ററും കോർ വയറിന്റെ ഡയമീറ്റർ, അത് ഇലക്ട്രോഡിനകത്ത് നടുക്കൊരു കോർ വയർ ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ കോട്ടിംഗ് റേഷ്യോ, ഓപ്ഷൻ ബി ഫാക്ടർ ഓഫ് കോട്ടിംഗ്, ഓപ്ഷൻ സി റേഷ്യോ ഓഫ് കോട്ടിംഗ്, ഓപ്ഷൻ ഡി കോട്ടിംഗ് ഫാക്ടർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ratio of coating diameter to the core wire diameter is known as. Option A coating ratio, option B factor of coating, option C ratio of coating, option D coating factor. Simple question. D coating factor ആണ്. അതാ വെരി ഗുഡ് വെരി ഗുഡ്. നമുക്ക് ആൻസർ നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ കോട്ടിംഗ് ഫാക്ടർ ആണ് ആൻസർ. അപ്പൊ കോട്ടിംഗ് റേഷ്യോ നമുക്ക് പെട്ടെന്ന് തോന്നും അതായിരിക്കും, കാരണം റേഷ്യോ ഒന്നും കണ്ടു, അതുപോലെ തന്നെ അതൊരു റേഷ്യോ ആണല്ലോ. പക്ഷെ ഇവിടെ കോട്ടിംഗ് ഫാക്ടർ എന്നുള്ളതാണ് അതിന്റെ ആക്ച്വൽ നെയിം എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരാതെ സൂക്ഷിക്കുക. കൃത്യമായിട്ട് വായിച്ച ശേഷം ഓപ്ഷൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് എഴുതുക. ചിലപ്പം ഈ ചില വേർഡ്സ് ഒക്കെ തെറ്റിച്ച് തന്നിട്ട് നമുക്ക് മിസ്സായി പോകും. അറിയാവുന്നതായിരിക്കും പക്ഷെ തെറ്റിച്ച് കളയും. അതുകൊണ്ട് ഓപ്ഷൻ ഡി കോട്ടിംഗ് ഫാക്ടർ ആണ് ഈ ഒരു റേഷ്യോക്ക് പറയുന്ന പേര്. അപ്പൊ എന്താണെന്ന് വെച്ചൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The value of coating factor. 17ാമത്തെ ക്വസ്റ്റ്യൻ, the value of coating factor for medium coated electrodes is. അപ്പം മീഡിയം കോട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളുടെ കോട്ടിംഗ് ഫാക്ടർ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു കോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ആ കോട്ടിംഗ് ഫാക്ടർ ഓരോ ഇലക്ട്രോഡുകളുടെ കോട്ടിംഗ് അനുസരിച്ചിട്ട് മീഡിയം 1.4 to 1.5. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് പറയുന്നത്. 1.25 to 1.3 പറഞ്ഞില്ല. ഓപ്ഷൻ എ 2.2 പ്ലസ് ബി ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട് 1.4 to 1.5. ഓപ്ഷൻ ഡി വരുന്നത് 1.6 മുതൽ 2.2 വരെയാണ്.
അപ്പൊ മീഡിയം കോട്ടഡ് ഇലക്ട്രോഡിലുള്ള കോട്ടിംഗ് ഫാക്ടർ ആണ് നമ്മുടെ ചോദ്യം. ആൻസർ 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അതെ, മീഡിയം കോട്ടഡ് ഇലക്ട്രോഡ്സിന്റെ കോട്ടിംഗ് ഫാക്ടർ എത്രയാണ്? 1.4 മുതൽ 1.5 വരെയാണ് അതിന്റെ കോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഒന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ട് കോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് കോട്ടിംഗ് ഡയമീറ്റർ ടു ദ കോർവെയർ ഡയമീറ്റർ. കോട്ടിങ്ങിന്റെ ഡയമീറ്ററും അതുപോലെ എന്താണ് കോർവെയറിന്റെ ഡയമീറ്ററുള്ള റേഷ്യോനെയാണെന്ന് പറയുന്നത് നമ്മൾ കോട്ടിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കണം. കോട്ടിങ്ങിന്റെ ഡയാണ് മുകളിൽ വരുന്നത്. ഓക്കെ, അപ്പം കോട്ടിംഗ് ഡയ ആയിരിക്കണം സെന്റൻസ് ആയിട്ട് വരുമ്പോഴും ആദ്യം. സപ്പോസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തരുവാണെങ്കിൽ തെറ്റിക്കാൻ വേണ്ടിയാണ് തന്നിട്ടുണ്ടെങ്കിൽ കോട്ടിംഗ് ഡയമീറ്റർ ആദ്യം വരണമെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. കോർവെയർ രണ്ടാമത് വരണം. കാരണം വലുതാണ് മുകളിൽ വരേണ്ടത്. അതുകൊണ്ടാണ് 1ന് മുകളിലുള്ള ഒരു വാല്യൂ നമുക്ക് റേഷ്യോ ഒക്കെ അവിടെ കിട്ടുന്നത്. അപ്പൊ കോട്ടിംഗ് ഡയ ആണ് ഇവിടെ വലുത്. അപ്പൊ അത് മുകളിൽ എപ്പോഴും വരണം. എന്നാലേ 1.6 1.4 അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ 1ന് താഴെ പോകും. അപ്പൊ കോട്ടിംഗ് ഫാക്ടർ 3ന്റെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കോട്ടഡ് 1.25 മുതൽ 1.3 ആണ്. മീഡിയം ആണ് 1.4 to 1.5. ഹെവി ആണെങ്കിൽ 1.6 to 2.2. എബോവ് 2.2 ആണ് സൂപ്പർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡാണ് വരുന്നത്. അപ്പം അത് മനസ്സിലാക്കുക, ഓർത്തിരിക്കുക, മിസ്റ്റേക്ക് വരാതെ പഠിച്ചിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ. വുഡ് പൾപ്പ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് വിച്ച് ഇലക്ട്രോഡ്? ഓക്കെ, അപ്പം വുഡ് പൾപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഇലക്ട്രോഡാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റുട്ടൈൽ, ഓപ്ഷൻ ബി സെല്ലോസിക്, ഓപ്ഷൻ സി അസിഡിക്, ഓപ്ഷൻ ഡി ബേസിക്. അപ്പൊ വുഡ് പൾപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഇലക്ട്രോഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ചോദ്യം. ഓപ്ഷൻ എ റുട്ടൈൽ, ഓപ്ഷൻ ബി സെല്ലോസിക്, ഓപ്ഷൻ സി അസിഡിക്, ഓപ്ഷൻ ഡി ബേസിക്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ. ഓപ്ഷൻ ബി സെല്ലുലോസിക്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അതെ, വുഡ് പൾപ്പ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഏത് ഇലക്ട്രോഡ് തന്നെയാണ്? സെല്ലുലോസിക് ഇലക്ട്രോഡ് തന്നെയാണ് എന്റെ ആൻസർ. വെരി ഗുഡ്. അപ്പം സെല്ലുലോസിക് ഇലക്ട്രോഡ് കോട്ടിങ്സ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് എന്താണ്? മെറ്റീരിയൽസ് കണ്ടെയ്നിങ് സെല്ലുലോസ് ആയിട്ടുള്ള, സെല്ലുലോസിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള വുഡ് പൾപ്പും അതുപോലെ തന്നെ ധാന്യങ്ങളുടെയൊക്കെ പൊടിയും അടങ്ങിയിട്ടുള്ള സെല്ലുലോസിക് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെല്ലുലോസിക് ഇലക്ട്രോഡ് കോട്ടിങ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സെല്ലുലോസിക് ഇലക്ട്രോഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ വിച്ച് പൊസിഷൻ? നമ്മളിപ്പോ സെല്ലുലോസിക് ഇലക്ട്രോഡിന്റെ കോട്ടിങ്ങിന്റെ മെറ്റീരിയലിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ആ ഒരു സെല്ലുലോസിക് ഇലക്ട്രോഡ് ഏത് പൊസിഷനിൽ വെൽഡ് ചെയ്യാനാണ് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പൊസിഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓവർഹെഡ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഓൾ പൊസിഷൻ ആണ്, ഓപ്ഷൻ സി ഫ്ലാറ്റ് ഓൺലി ആണ്, ഓപ്ഷൻ ഡി വെർട്ടിക്കൽ ഡൗൺ ആണ്. അപ്പൊ ഓവർഹെഡിന് മാത്രമാണോ? എല്ലാ പൊസിഷനും പറ്റുന്നതാണോ? അതോ ഫ്ലാറ്റ് മാത്രമാണോ? അതോ വെർട്ടിക്കൽ ഡൗൺ ആണോ? അപ്പൊ സെല്ലുലോസിക് ഇലക്ട്രോഡ് ഏത് പൊസിഷനിൽ വെൽഡ് ചെയ്യാനാണ് സ്യൂട്ടബിൾ എന്നുള്ളത് ഓപ്ഷൻ ബി ആണോ സാർ? ഓപ്ഷൻ ബി ഓൾ പൊസിഷൻ പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി വെർട്ടിക്കൽ ഡൗൺ. ഓപ്ഷൻ ഡി വെർട്ടിക്കൽ ഡൗൺ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ്. വെരി ഗുഡ്, വെർട്ടിക്കൽ ഡൗൺ ആണ്. അപ്പം സെല്ലുലോസിക് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏത് പൊസിഷനിൽ വെൽഡ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ ഡൗൺ ആണ്. വെർട്ടിക്കൽ ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? 5G പൊസിഷൻ എന്നാണ് അതിന്റെ പേര് വരുന്നത്. 5G പൊസിഷൻ തന്നെ വെർട്ടിക്കൽ അപ്പും ഉണ്ട്, വെർട്ടിക്കൽ ഡൗണും ഉണ്ട്. അതിൽ വെർട്ടിക്കൽ ഡൗണിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് സെല്ലുലോസിക് ഇലക്ട്രോഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ഇലക്ട്രോഡുകൾ, സെല്ലുലോസിക് ഇലക്ട്രോഡിന്റെ കോട്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആണെന്ന് വെർട്ടിക്കൽ ഡൗണിന് സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രോഡ് പൊതുവെ യൂസ് ചെയ്യുന്നത് DC പോസിറ്റീവ് പൊളാരിറ്റിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം DC പോസിറ്റീവ് പൊളാരിറ്റിയിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡൗൺ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നതുമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക സെല്ലുലോസിക് ഇലക്ട്രോഡിന്റെ കാര്യത്തിൽ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോഡ് റിക്വയർസ് ബേക്കിംഗ് ഏജ്. അപ്പം ബേക്കിംഗ് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോഡ് തന്നിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലതരം കോട്ടിംഗ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇലക്ട്രോഡുകളാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സെല്ലുലോസിക് ഇലക്ട്രോഡ്, ഓപ്ഷൻ ബി റുട്ടൈൽ, ഓപ്ഷൻ സി ബേസിക്, ഓപ്ഷൻ ഡി അയൺ പൗഡർ ഇലക്ട്രോഡ്. ഓപ്ഷൻ ഡി അയൺ പൗഡർ. ഓപ്ഷൻ ഡി അയൺ പൗഡർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി വന്നിട്ടുണ്ട് ആൻസർ.
മറ്റേതെങ്കിലും ആൻസർ പറയാനുണ്ടോ ആർക്കെങ്കിലും? ഓപ്ഷൻ സി ബേസിക്. ഓപ്ഷൻ സി ബേസിക് പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഫൈനൽ ആണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി അയൺ പൗഡറും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻ സി ബേസിക് ഉണ്ട്. അപ്പൊ ബേക്കിംഗ് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോഡ് ആണ്. അപ്പൊ ബേസിക് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് അഥവാ ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ഇലക്ട്രോഡിനാണ് നമുക്ക് എന്താവശ്യമായിട്ടുള്ള ബേക്കിംഗ് ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ. അപ്പം സെല്ലോസിക്കിനോ റുട്ടൈനോ അയൺ പൗഡറിനോ അല്ല ബേക്കിംഗ് വേണ്ടത്, ബേസിക് ഇലക്ട്രോഡ് ആണ്. അപ്പൊ എന്താണ് ബേസിക് ഇലക്ട്രോഡ്? ബേസിക് അഥവാ ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കോട്ടിങ്സ് നിർമ്മിച്ചിരിക്കുന്നത് കാൽഷ്യം ഫ്ലൂറൈഡും കാൽഷ്യം കാർബണേറ്റും കൊണ്ടിട്ടുള്ള കോട്ടിംഗ് ആണ്. ഇത്തരം ഇലക്ട്രോഡുകൾ ഹൈ സ്ട്രെങ്ത് സ്റ്റീലിൽ വെൽഡ് ചെയ്യാനായിട്ട്, ക്രാക്ക് ഇല്ലാതെ വെൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത്തരം ഇലക്ട്രോഡുകളുടെ കോട്ടിങ്സ് എന്ത് ചെയ്യണം? നമ്മൾ ഡ്രൈ ചെയ്യണം. ഉണക്കിയ ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം ഈ ഒരു ഡ്രൈ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹൈഡ്രജന്റെ അളവെന്ന് പറയുന്നത് കുറവാണ്. അപ്പം മോയ്സ്ചർ അബ്സോർപ്ഷൻ ഉള്ള ചാൻസസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹൈഡ്രജനെ അതിനുള്ളിലുള്ളതിനെയൊക്കെ എന്ത് ചെയ്യാം? മോയ്സ്ചറിനെയൊക്കെ നമുക്ക് പുറത്ത് കളയാം. അതുവഴി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്രാക്ക് ഇല്ലാത്ത വെൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബേസിക് ഇലക്ട്രോഡ്. ബേസിക് ഇലക്ട്രോഡിന്റെ മറ്റൊരു പേരാണ് ലോ ഹൈഡ്രജൻ അഥവാ ഹൈഡ്രജൻ കൺട്രോൾഡ് ഇലക്ട്രോഡ്സ്. അപ്പൊ ബേക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ ഒന്ന് ഓർത്തിരിക്കുക. 450 ഡിഗ്രി ബേക്ക് ചെയ്യുക. ഹോൾഡ് ചെയ്യേണ്ടത് 300 ഡിഗ്രി, സ്റ്റോർ ചെയ്യേണ്ടത് 150 ഡിഗ്രി. 21ാമത്തെ ക്വസ്റ്റ്യൻ. The 40 to 50 mm discarded length of an electrode from one end always after welding it is completely known as. അപ്പം ഒരു 40 to 50 mm ലെങ്തിൽ നമ്മൾ ഇലക്ട്രോഡിന്റെ ഒരു ടിപ്പിനെ നമ്മൾ വെൽഡ് ചെയ്ത ശേഷം ഉപേക്ഷിക്കാറുണ്ട് ഒരെൻഡിൽ നിന്ന്. അത് വെൽഡ് ചെയ്ത ശേഷം ഉപേക്ഷിക്കുന്ന ആ ഒരു എൻഡിന്റെ പേര് എന്താണ്? അപ്പൊ ആ ഒരു ലെങ്ത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓപ്ഷൻ എ ഷാങ്ക് എൻഡ്, ഓപ്ഷൻ ബി ഗ്രിപ്പ് എൻഡ്, ഓപ്ഷൻ സി ബെയർ എൻഡ്, ഓപ്ഷൻ ഡി സ്റ്റബ് എൻഡ്. ഓപ്ഷൻ ഡി. സി അല്ലേ സാറേ? സി അല്ലേ? ബെയർ എൻഡ്. സി ബെയർ എൻഡ് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി സ്റ്റബ് എൻഡ് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് സ്റ്റബ് എൻഡ് പറയുന്നുണ്ട്. അപ്പൊ ബെയർ എൻഡ് മാറ്റിയോ? സ്റ്റബ് എൻഡ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതിനകത്തില് എന്താണ് ആൻസർ എന്ന് നോക്കാം. സ്റ്റബ് എൻഡ് ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഇലക്ട്രോഡിന്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞേ ഓർമ്മയുണ്ടെങ്കിൽ. 350 mm to 450 mm. വെരി ഗുഡ്. അതാണ് സ്റ്റാൻഡേർഡ് ലെങ്ത്. 350 to 450. കേട്ടില്ല. 350 to 450. വെരി ഗുഡ്, വെരി ഗുഡ്. 350 to 450 ലെങ്ത് ഉള്ള ഒരു ഇലക്ട്രോഡിന്റെ 40 to 50 mm ലെങ്ത് നമ്മളുടെ ആ ഒരു ബെയർ എൻഡ് ഉണ്ടല്ലോ, ഒരു സൈഡിൽ കുറച്ച് ഭാഗത്ത് ഫ്ലെക്സ് സാർ അതിനകത്ത് പെർസെന്റേജ് കണക്ക് പറയാൻ പറ്റുമോ? 10% അങ്ങനെ കണക്കിന് പറയാൻ പറ്റുമോ? 10% പറയാൻ പറ്റും. 10%-ൽ 15%-ൽ കൂടില്ല. 10 to 15 350-450 ഒരു 10% ഒരു 15% ഇടയ്ക്ക് നിൽക്കുള്ളൂ. 50 വരുന്നുണ്ടല്ലോ ഒരു സൈഡിൽ 40. 40-നും 50-നും ഇടയ്ക്കായിരിക്കും ആ കളയുന്നതിന്റെ ദൂരം. അത്രേ ഉള്ളൂ. പരമാവധി 85% നമ്മൾ ഉപയോഗിക്കും, ബാക്കിയേ കളയുള്ളൂ. അപ്പം ആ 40 to 50 mm ഡിസ്കാർഡ് ചെയ്യുന്ന ലെങ്തിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്റ്റബ് എൻഡ് എന്ന് പറയുന്നത്. ആ സ്റ്റബ് എൻഡിൽ ഇലക്ട്രോഡിന്റെ ബെയർ ആയിട്ടുള്ള ഒരു പിടിക്കുന്ന എൻഡും കാണും, കുറച്ച് ഫ്ലെക്സ് കോട്ടഡ് ആയിട്ടുള്ള പോർഷനും കൂടെ കാണും. അതുകൊണ്ടാണ് ബെയർ എൻഡ് എന്ന് മാത്രം വരാത്തത്, കാരണം കുറച്ച് ഭാഗം ഫ്ലെക്സ് കോട്ടഡും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റബ് എൻഡ് എന്നൊരു പേര് വന്നത്. അപ്പം 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. When bare electrodes are also used in some arc welding processes. Bare ഇലക്ട്രോഡുകൾ, അതായത് നമ്മുടെ ഫ്ലെക്സ് കോട്ടിംഗ് ഇല്ലാത്ത ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്ന ചില വെൽഡിംഗ് പ്രോസസ്സുകളിൽ മോൾട്ടൺ ആയിട്ടുള്ള വെൽഡ് മെറ്റലിനെ ഷീൽഡ് ചെയ്യാനും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജനെ ഓക്സിജനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നത് തടയുവാനുമായിട്ട് ഉപയോഗിക്കുന്നത് എന്ത് ഗ്യാസ് ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഇനേർട്ട് ഗ്യാസ്. ഓപ്ഷൻ സി സോറി
ഏതാണ് പറഞ്ഞത്? ഓപ്ഷൻ സി തന്നെയാണോ? ഓക്കെ, അപ്പം അവിടെ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ഒരു ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു, ആ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത് ബെയർ ഇലക്ട്രോഡ് ആണ്. അതായത് ആ ബെയർ ഇലക്ട്രോഡ് എന്ന് പറയുന്നതിന്റെ കൂടെ നമുക്ക് എന്തില്ല, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കോട്ടിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ മോൾട്ടൺ വെൽഡ് മെറ്റലിന്റെ പുറത്ത് ഷീൽഡ് കൊടുക്കണമെങ്കിൽ ഒരു ഗ്യാസിന്റെ പ്രസൻസ് എന്തായാലും വേണം. ആ ഗ്യാസ് ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അത് എന്ത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആക്റ്റീവ്, ബി ഫ്ലൂ ഗ്യാസ്, ഓപ്ഷൻ സി ഇനേർട്ട്, ഓപ്ഷൻ ഡി എക്സ്ട്രാക്ട് ഗ്യാസ്. ഓപ്ഷൻ സി ഇനേർട്ട് ഗ്യാസ്. വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ് എന്റെ ആൻസർ. അപ്പം ഒരു ഇനേർട്ട് ഗ്യാസിന്റെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ഷൻ ഒന്നും വരാതെ ഒരു ഷീൽഡിങ് അവിടെ കിട്ടാനായിട്ട് പറ്റും. അവിടെ ബെയർ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് നല്ലതായിട്ട് വെൽഡ് ചെയ്യാനായിട്ട് പറ്റും അതുവഴി. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ്സ്. ഓക്കെ, അപ്പൊ ഫ്ലെക്സ് കോട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വെൽഡിംഗ് പ്രോസസ്സുകളിൽ. ഓക്കെ, അപ്പം ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്ന വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ GMAW, ഓപ്ഷൻ ബി TTAW, ഓപ്ഷൻ സി FCAW, ഓപ്ഷൻ ഡി MMA. സാർ ഓപ്ഷൻ ഡി ആണോ? MMA, മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ്. മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് പറയുന്നുണ്ട്, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഇല്ല സാർ, ഡി തന്നെയല്ലേ? ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. അപ്പം ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് വെൽഡിംഗ് പ്രോസസ്സിലാണെന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ആൻസർ എന്താണെന്ന് ഒന്നേക്ക് നോക്കാം. അതെ, ഓപ്ഷൻ ഡി MMA ആണ് എന്റെ ആൻസർ വന്നിരിക്കുന്നത്. മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ് നമ്മളുടെ ആ ഒരു ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പം GMAW എന്ന് പറയുന്ന വെൽഡിംഗ് പ്രോസസ്സിൽ നമ്മളുടെ ഫ്ലെക്സ് കോട്ടിംഗ് ഒന്നും അവിടെ ഇല്ല. കാരണം എന്താണ്? അവിടെ ഫ്ലെക്സ് കോട്ടിങ്ങിന് പകരം അവിടെ ഷീൽഡിംഗ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. TTAW നോക്കുവാണെങ്കിൽ ടങ്സ്റ്റൺ വെൽഡിംഗ് ആണ്, അവിടെയും എന്താണ് ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ടുള്ള ഇനേർട്ട് ഗ്യാസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. FCAW എന്ന് പറയുന്ന പ്രോസസ് നോക്കുവാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഈ ഫ്ലെക്സ് ഉള്ളിലായതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് അവിടെ ഈ പറയുന്ന പുറത്ത് കോട്ടഡ് ആയിട്ട് കൊടുത്തിട്ടില്ല, അകത്താണ് ഫ്ലെക്സ് ഫിൽ ചെയ്തിരിക്കുന്നത്. അതാണ് ഫ്ലെക്സ് കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലെക്സ് പുറത്ത് കോട്ട് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ഇലക്ട്രോഡ് പ്രോസസ് ആണ് നമ്മുടെ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അവിടെ കൊടുത്തിരിക്കുന്ന കോട്ടിംഗ് അനുസരിച്ചുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, നമ്മള് ഈ ഒരു പേര് റൂട്ടയില് സെല്ലുലോസിക്ക്, അതുപോലെ തന്നെ ബേസിക്, അങ്ങനെയൊക്കെ പല പേരുകളിൽ തന്നെ പറയുന്നത്. അപ്പം ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്ന എവിടെയാണ്? മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ക്ലേ ആൻഡ് 24ാമത്തെ ക്വസ്റ്റ്യൻ ക്ലേ ആൻഡ് ലൈം സ്റ്റോൺ. ക്ലേയും ലൈം സ്റ്റോണും ഡാഷ് ആണ്. ഓപ്ഷൻ എ സ്ലാഗ് ഫോമിംഗ് സബ്സ്റ്റൻസ്, ഓപ്ഷൻ ബി ആർക്ക് സ്റ്റെബിലൈസർ, ഓപ്ഷൻ സി ഫ്ലെക്സിംഗ് ഏജൻസ്, ഓപ്ഷൻ ഡി ഡിയോക്സിഡൈസേഴ്സ്. അപ്പം ക്ലേയും ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലേയും ലൈം സ്റ്റോണും നമ്മളുടെ ഇലക്ട്രോഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണത്. ഓപ്ഷൻ എ സ്ലാഗ് ഫോമിംഗ് സബ്സ്റ്റൻസ് ആണോ? ഓപ്ഷൻ ബി ആർക്ക് സ്റ്റെബിലൈസേഴ്സ് ആണോ? ഓപ്ഷൻ എ അല്ലേ സ്ലാഗ് ഫോമിംഗ് സബ്സ്റ്റൻസ് പറയുന്നുണ്ട്, ഓപ്ഷൻ എ പറയുന്നവരുണ്ട്, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഒക്കെ എന്നുള്ളത് നോക്കിക്കോ. ഓപ്ഷൻ എ സ്ലാഗ് ഫോമിംഗ് സബ്സ്റ്റൻസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ എ സ്ലാഗ് ഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലേയും ലൈം സ്റ്റോണും ഒക്കെ നമ്മുടെ ഇലക്ട്രോഡിന്റെ പുറത്തുള്ള ഫ്ലെക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫ്ലെക്സിന്റെ കൂടെ പലതും ആഡ് ചെയ്യാറുണ്ട് അല്ലെ. ആർക്ക് സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യാറുണ്ട്, ഫ്ലെക്സിംഗ് ഏജന്റുകളെ കൊടുക്കാറുണ്ട്, ഡിയോക്സിഡൈസേഴ്സിനെ കൊടുക്കും. അപ്പൊ ഇത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ചില ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ സ്ലാഗ് ഫോം ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. എന്തിനാണ് സ്ലാഗ് ഫോം ചെയ്യുന്നത്? വെൽഡ് ചെയ്ത ശേഷം മോൾട്ടൺ മെറ്റലിന്റെ പുറത്ത് പെട്ടെന്ന് തണുപ്പ് വരാതിരിക്കാനായിട്ട്, അതിന് കൂൾ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്ലാഗിന്റെ ഫോർമേഷൻ ആവശ്യമാണ്. അപ്പൊ സ്ലാഗ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ക്ലേയും ലൈം സ്റ്റോണുമാണ് ഫ്ലെക്സിനോടൊപ്പം ചേർക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ആർക്ക് സ്റ്റെബിലൈസിങ് സബ്സ്റ്റൻസ് എന്തൊക്കെയാണ്? കാർബണേറ്റുകളായിട്ടുള്ള ചോക്ക്, മാർബിൾ ഒക്കെയാണ് നമ്മൾ ആർക്കിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഫ്ലെക്സിനോടൊപ്പം ചേർക്കുന്നത്. പിന്നെ അയണോക്സൈഡ്, ഹേമന്റേറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡിയോക്സിഡൈസർ ആയിട്ട് ചേർക്കുന്നു. അതുവഴി നമുക്ക് പൊറോസിറ്റി ഒക്കെ തടയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ലാഗ് ഫോമിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ക്ലേയും ലൈം സ്റ്റോണും ഒക്കെ ചേർക്കുന്നുണ്ട് നമുക്ക് സ്ലാഗിനെ കിട്ടും. ആ സ്ലാഗ് എന്ത് ചെയ്യും? ഹോട്ട് ആയിട്ടുള്ള ഡെപ്പോസിറ്റഡ് വെൽഡ് മെറ്റലിനെ
പുറത്ത് കവർ ചെയ്ത് കിടന്നുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനിൽ നിന്ന് നൈട്രജനിൽ നിന്ന് നമ്മളുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് വെൽഡ് തണുക്കാതിരിക്കാനും ഈ ഒരു സ്ലാഗിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലേയും ലൈം സ്റ്റോണുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മുടെ ഫ്ലെക്സിന്റെ കൂടെ, അതായത് ഫ്ലെക്സ് നിർമ്മിക്കുന്ന സമയത്ത്, ഫ്ലെക്സ് കോട്ടിങ് നിർമ്മിക്കുന്ന സമയത്ത് ആ കോട്ടിങ്ങിന്റെ കെമിക്കലിന്റെ കൂടെ ക്ലേയും ലൈം സ്റ്റോണും ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സ്ലാഗ് ഫോർമേഷന്റെ കാര്യം ആ ഒരു അഡീഷനോടുകൂടി കംപ്ലീറ്റ് ആവും. ഡിയോക്സിഡൈസർ ആണ് വേണമെങ്കിൽ അയൺ ഓക്സൈഡ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് പൊറോസിറ്റി ഒന്നും വരാതെ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ആർക്ക് സ്റ്റെബിലൈസിങ് സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ആർക്ക്, നമ്മൾ ഷോർട്ട്, ലോങ്, മീഡിയം ആർക്ക് ഒക്കെ ഉള്ള പോലെ തന്നെ ആർക്കിനെ ഒന്ന് സ്റ്റഡി ആക്കി നിർത്തി വെൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് സ്റ്റെബിലൈസിങ് സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ. അടുത്ത 25ാമത്തെ ക്വസ്റ്റൻ ആണ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ഷീൽഡിംഗ് ഗ്യാസ്. അപ്പോൾ ഒരു ഷീൽഡിംഗ് ഗ്യാസിന്റെ ആബ്സെൻസിൽ dash forms a gaseous shield around the arc which protects the molten weld pool from the atmospheric contamination. അപ്പോൾ ഷീൽഡിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, വെൽഡിങ്ങിന്റെ അതിന് ഉപയോഗിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഷീൽഡിംഗ് ഗ്യാസ്. അപ്പോൾ ഒരു ഷീൽഡിംഗ് ഗ്യാസിന്റെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ആണ് അവിടെ വെൽഡിന്റെ പുറത്ത് ഒരു ഷീൽഡിംഗ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്? അതായത് ഷീൽഡിംഗ് ഗ്യാസ് ഇല്ലാത്ത വെൽഡിംഗ് പ്രോസസ്സുകളിൽ എങ്ങനെയാണ് ഷീൽഡിംഗ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നതിന് അർത്ഥം. ഓപ്ഷൻ എ സ്ലാഗ്, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി ഫ്ലെക്സ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അപ്പൊ 25ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ഒന്ന് ആൻസർ പറഞ്ഞേ. ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിക്കാത്ത വെൽഡിങ്ങിൽ എങ്ങനെയാണ് വെൽഡിനെ പ്രൊട്ടക്ട് ചെയ്തത്, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. സ്ലാഗ്, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി ഫ്ലെക്സ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഏതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇത്ര നേരം പഠിച്ചവർ തന്നെയാണത്. ഫ്ലക്സ് ആണോ? ഫ്ലെക്സ് പറയുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. അതെ, ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് ആ ഒരു ഗ്യാസ് ഷീൽഡ് എന്ന് പറയുന്നത് ഇല്ലാതെ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ്മോസ്ഫിയറിന്റെ ഓക്സിഡേഷൻ റിയാക്ഷനുകളൊക്കെ തടയാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഒരു ഷീൽഡിംഗ് ഗ്യാസ് ഇല്ലാതെ ഒരിക്കലും വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ ഷീൽഡിംഗ് ഗ്യാസ് കൊടുക്കണമെന്നില്ല. ചില സ്ഥലത്ത് എന്ത് ചെയ്യും, ഫ്ലെക്സിന്റെ കോട്ടിങ് വേണമെന്നതിലൂടെ ആവശ്യമായിട്ടുള്ള ഷീൽഡിംഗ് ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ആയിക്കൊള്ളും. അപ്പം അത്തരത്തിലുള്ള വെൽഡിംഗ് പ്രോസസ്സുകളിൽ നമ്മൾ ഷീൽഡിംഗ് ഗ്യാസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ ഇലക്ട്രോണിന് പുറത്ത് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ അകത്ത് നിറച്ചിരിക്കുന്ന ഫ്ലെക്സ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഗ്യാസ് ഷീൽഡ് ഫോം ചെയ്യുന്നത്. അതുവഴി നമുക്ക് അറ്റ്മോസ്ഫിയറിന്റെ കണ്ടാമിനേഷനിൽ നിന്ന് മോൾട്ടൺ അവസ്ഥയിലിരിക്കുന്ന ആ ഒരു വെൽഡിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 25ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്മള് ഇലക്ട്രോഡിന്റെ അലോയിങ് എലമെന്റ്സ് കോട്ടിങ്ങിന്റെ അത് ചേർക്കുന്ന പോലെ തന്നെ ഇലക്ട്രോഡിന്റെ ഫോർവെയറിന്റെ കൂടെയും അലോയിങ് എലമെന്റ്സ് പലതും ചേർക്കാറുണ്ട്. അപ്പം കാർബൺ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള അലോയിങ് എലമെന്റ് ആണ്. അപ്പൊ കാർബണിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, കാർബൺ എന്തിനാണ് ചേർക്കുന്നത്? അപ്പൊ കാർബൺ എന്ന് പറയുന്നത് അലോയിങ് എലമെന്റ് ഓഫ് ഇലക്ട്രോഡിൽ ചേർക്കുമ്പോൾ എന്താണ് അവിടെ കിട്ടുന്ന ഗുണം? അപ്പൊ ഓപ്ഷൻ എ സ്ട്രെങ്തനിങ് ഏജന്റ്, ഓപ്ഷൻ ബി ഡിയോക്സിഡൈസർ, ഓപ്ഷൻ സി കൊറോഷൻ റെസിസ്റ്റന്റ്, ഓപ്ഷൻ ഡി ടഫ്നെസ്. അപ്പൊ കാർബൺ എന്ന് പറയുന്നത് അലോയിങ് എലമെന്റ് ഓഫ് ഇലക്ട്രോഡുകളിൽ നമ്മൾ ചേർക്കുന്നത് സ്ട്രെങ്തനിങ് ഏജന്റ് ആയിട്ടാണോ, അതോ ഡിയോക്സിഡൈസർ ആണോ, കൊറോഷൻ റെസിസ്റ്റന്റ് ആണോ, ടഫ്നെസ് ആണോ? സ്ട്രെങ്തനിങ് ഏജന്റ് ആണ്. സ്ട്രെങ്തനിങ് ഏജന്റ് ആണല്ലേ. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഓക്കെ ആണോ? 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. കാർബൺ ഈസ് കൺസിഡർഡ് ആസ് എന്താണ്, അലോയിങ് എലമെന്റ് ഓഫ് ഇലക്ട്രോഡ്സ്. അപ്പം ഇലക്ട്രോഡുകളുടെ അലോയിങ് എലമെന്റ്സിൽ കാർബൺ എന്ന് പറയുന്നതാണ് ഒരു സ്ട്രെങ്തനിങ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പം കാർബണിന്റെ ഫംഗ്ഷൻ അലോയിങ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇലക്ട്രോഡിന്റെ ഫോർവെയറിൽ കാർബൺ ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോഡ് കൊണ്ട് ചെയ്യുന്ന വെൽഡിന് എന്ത് കിട്ടും, സ്ട്രെങ്ത് കൂടുതൽ കിട്ടും. അതിനുവേണ്ടിയാണ് കാർബൺ ഉപയോഗിക്കുന്നത്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ ഫ്യൂഷൻ സോൺ ആൻഡ് ദ ഹീറ്റ് അഫക്റ്റഡ് സോൺ. അതായത് വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫ്യൂഷൻ സോൺ ഉണ്ട്, നമുക്കറിയാം ഫ്യൂഷൻ സോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്താ നമുക്കറിയാം. അപ്പം ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, ബിയോ? ഓപ്ഷൻ സി വെൽഡ് ജംഗ്ഷൻ. ഓക്കെ, ഓപ്ഷൻ സി വെൽഡ് ജംഗ്ഷൻ പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി വെൽഡ് ഫേസും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അതോ ടോയാണോ പറഞ്ഞത്? ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ ടോയ് വെൽഡ് ജംഗ്ഷൻ രണ്ട് സ്ട്രൈക്കിംഗ് ആംഗിൾസ് വന്നിട്ടുണ്ട്. അപ്പം
27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അപ്പം അതായത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വെൽഡ് ജംഗ്ഷൻ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂഷൻ സോൺ എന്ന് പറയുന്ന സോണും ഹീറ്റ് അഫക്റ്റഡ് സോൺ HIZ തമ്മിൽ ചേരുന്ന അല്ലെങ്കിൽ അതിന്റെ നടുക്കുള്ള ബൗണ്ടറിക്ക് നമ്മൾ പറഞ്ഞ പേരാണിത് വെൽഡ് ജംഗ്ഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്യൂഷൻ സോൺ തീരുന്നിടത്ത് വെൽഡ് തീരുകയാണ്. അതിനുശേഷമുള്ള സോൺ എന്തില്ല, വെൽഡ് ഇല്ല. അവിടെ ഹീറ്റ് കൊണ്ടുള്ള ഒരു ചെറിയ ഇമ്പാക്ട് മാത്രമേ ഉള്ളൂ. വെൽഡ് എന്ന് പറയുന്ന ഫ്യൂഷൻ സംഭവിക്കുന്നിടം വരെ വെൽഡ് ഉള്ളൂ. അതുകൊണ്ട് ആ ഫ്യൂഷൻ സോണിന്റെ ഹീറ്റ് എഫക്റ്റഡ് സോണിന്റെ ഇടയ്ക്കുള്ള ബൗണ്ടറിനെ നമുക്ക് എന്ത് പറയാം, വെൽഡിന്റെ ജംഗ്ഷൻ എന്ന് പറയാം. അതിനുശേഷം വെൽഡ് ഇല്ലല്ലോ. അപ്പം എന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചത് മനസ്സിലാക്കി. ടോ ഓഫ് ദ വെൽഡ് എന്താണ് നമുക്കറിയാം. വെൽഡിന്റെ ഫേസ് പാരന്റ് മെറ്റലിനെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിനെ പോയിന്റുകളെയാണ് നമ്മൾ പറയുന്നത് ടോ ഓഫ് വെൽഡ് എന്ന് പറയുന്നത്. അത് ആ ഒരു അന്നത്തെ ക്ലാസ്സിന്റെ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ. ഫ്യൂഷൻ സോൺ എന്ന് പറയുന്നത് എന്താണ്, പാരന്റ് മെറ്റലിനെ എത്രത്തോളം ഡെപ്തിലേക്ക് പാരന്റ് മെറ്റലിനെ നമ്മൾ വെൽഡ് ചെയ്ത് ഫ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനാണ് ഫ്യൂഷൻ സോൺ എന്ന് പറയുന്നത്. വെൽഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, സർഫസ് ഓഫ് എ വെൽഡ് സീൻ ഫ്രം ദ സൈഡ് ഫ്രം വിച്ച് ദ വെൽഡ് വാസ് മെയ്ഡ്. അപ്പം ഒരു വെൽഡ് നിർമ്മിക്കുന്ന സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സർഫസിനെയാണ് എന്ത് പറയുന്നത്, വെൽഡ് ഫേസ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് വെൽഡ് റൂട്ട്. വെൽഡ് ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞ ബൗണ്ടറി ബിറ്റ്വീൻ ഫ്യൂഷൻ സോൺ ആൻഡ് ഹീറ്റ് എഫക്റ്റഡ് സോൺ. അപ്പം ഈ 4 ഡെഫിനിഷൻ പോലെ കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. കാരണം ഇതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, എവിടെന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പറയാൻ പറ്റത്തില്ല. ഇത്തരം ഡെഫിനിഷൻ തെറ്റ് കഴിഞ്ഞിട്ട് തെറ്റാൻ പാടില്ല. ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. കൺഫ്യൂഷൻ ഉള്ള മാത്രം ഒന്ന് എഴുതി പഠിച്ചാൽ മതി. അപ്പം 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്, വെൽഡ് ജംഗ്ഷൻ ആണ് ആൻസർ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു.